യോഗി ബാബുവിനെ പോലെ പരിയരം പെരുമാൾ മുതൽ, അതായത് ഒരു വർഷം ഒരു പക്ഷേ പുള്ളി 20-30 സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ്. യോഗി ബാബുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? വിപിനാണ് ആദ്യം എന്നോട് പറയുന്നത് ഇങ്ങനെ ആ ക്യാരക്ടർ യോഗി ബാബു അല്ല, കഥാപാത്രം ഒരു തമിഴ് ക്യാരക്ടറാണ്, അത് സ്ക്രിപ്റ്റിൽ ആദ്യം മുതലേ ഒരു തമിഴ് ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ വിപിൻ വന്നപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒക്കെ മാറി എൻ്റെ ഒരു ക്യാരക്ടറിന്റെ പരിപാടിയും എൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ. അപ്പോൾ വിപിനാണ് പറഞ്ഞത് ഇങ്ങനെ യോഗി ബാബുവിനെ കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അദ്ദേഹം ഭയങ്കര ബിസിയാണ്, പക്ഷേ ഓഫ്കോഴ്സ് ഒരു ഡയറക്ടർ ആവശ്യപ്പെടുമ്പോൾ അത് അന്വേഷിക്കുക, അത് നടക്കുമോ എന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ ചുമതലയാണല്ലോ. പക്ഷേ ഇത് വിളിച്ചപ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഞാൻ ജയ കണ്ടാണ്, എനിക്ക് പൃഥ്വിരാജിനെ അറിയാം, ബേസിലിനെ അറിയാം, അറിയാന്ന് വെച്ചാൽ പേഴ്സണലി അല്ല അറിയാം, ഉറപ്പായിട്ട് ഞാൻ വന്ന് ചെയ്യാമെന്ന് പറയുകയും അദ്ദേഹം ഞങ്ങൾ ആവശ്യപ്പെട്ട ഡേറ്റുകൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആ സമയം കണ്ടെത്തി വന്ന് പൂർണ്ണമായും നമ്മളോടൊപ്പം നിന്ന് ചെയ്തപ്പോൾ ശരിക്കും ആക്ച്വലി ആ ക്യാരക്ടർ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ചിരി വരുന്നതിന്റെ ഒരു പ്രധാന കാര്യം അദ്ദേഹം അത് ചെയ്ത രീതിയും കൂടെയാണ്. അപ്പോൾ അത് കൊള്ളാം, സന്തോഷം ഈ സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തി എന്നുള്ളത്. അനശ്വരി ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ നമ്മൾ റിലീസിന് ഒരുങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു പറയാറുണ്ട്. ഈ ഭാഗ്യ നടി എന്ന് പറയുന്ന പേര് വരുമ്പോൾ അനശ്വരിക്ക് അത് എങ്ങനെയാണ് എടുക്കുക? ഞാനത് എവിടെയും ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എവിടെയും പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ഭാഗ്യ നടി എന്നുള്ളൊരു ഫാക്ടറൊന്നും ഞാനത് ആ ഒരു സാധനം ഒന്നും എടുത്ത് തലയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്കത് വേണ്ടതാണ്. ബിക്കോസ് അതൊരു സിനിമ പൊട്ടുന്നവർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സിനിമ ഇസ് ഓൾ അബൌട്ട് അത് നമ്മൾ ഉള്ളതുകൊണ്ട് അത് ഹിറ്റാവുന്നൊരു സാധനമൊന്നുമല്ല. അതിന് പിന്നെ ഇറക്കി ചെയ്യുന്ന നമ്മളെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ ഓഫ് സ്ക്രീനിലുണ്ട്. അപ്പം അവരുടെ ഒരു ഇതും കൂടിയാണ്, അല്ല അവരുടെ ഇതാണ്, അല്ലാതെ ഞാനുള്ളതുകൊണ്ട് ആ പടം ഇതാവുന്നു ആ ഒരു സാധനമൊന്നും എനിക്ക് എവിടെയും വേണ്ട. ആക്ച്വലി എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, എനിക്ക് അതിപ്പം റിസ്ക് ആണെങ്കിലും എനിക്കത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഈ ഭാഗ്യ നായിക എന്നൊരു പട്ടം എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് എനിക്കത് തോന്നുന്നില്ല. സോ ആ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യണം എല്ലാ ക്യാരക്ടേഴ്സും എന്നൊരു ഫീലിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് രാജേട്ടൻ പറയുന്നുണ്ട് എന്റെ മകളുടെ കല്യാണം വിളിക്കാൻ അല്ല, റിയൽ ആയിട്ട് അതൊരു ഷോർട്ട് ഫിലിമില് എന്റെ മകളുടെ ബർത്ത്ഡേ ആണ് എല്ലാവരും പറയുന്നത്. അപ്പം ശരിക്കും ആ സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയത്, അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ. അപ്പൊ രാജേട്ടനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഞാനിപ്പം തൊട്ടു മുമ്പിലത്തെ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഈ വിപിൻ വന്നിട്ട് ഇങ്ങനെ ഇത് എഴുതിയപ്പോ ഇതിലെന്താ ഈ തമാശ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിപിനോട് ഇതെന്താണ് ഇങ്ങനെ ഒരു ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം വേറൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഫുൾ യൂണിറ്റ് അവിടെ പോയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഈ ഒരു കട്ടെടുക്കാൻ എന്താണ് ഇതിന് ഇത്ര ഒരു, അപ്പോഴാണ് വിപിനാണ് നീ കാണിച്ചിരുന്നത് ഇങ്ങനെ ഭയങ്കര വൈറലായ ഒരു സാധനമുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് ആദ്യം വിപിൻ അത് കാണിച്ചു തരുമ്പോഴും ഒരു ചേച്ചി വന്ന് മോളുടെ കല്യാണം വിളിക്കുന്നു, അതിലെന്താ ഇത്ര തമാശ എനിക്ക് പിടിയിട്ടില്ല. പക്ഷെ ഫോർ സം റീസൺ അതങ്ങ് ഫണ്ണി ആകുന്നു, ട്രാക്ഷൻ അത് ഭയങ്കര പോപ്പുലർ ആകുന്നു. അപ്പൊ ശരിയാണ്, അത് തന്നെയാണ് ഇൻസ്പിറേഷൻ. അറിയുന്നില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇത്രയും എനിക്ക് വിപിൻ കാണിച്ചു തരുമ്പോൾ ഞാൻ അതെടുത്ത് കാണുന്നു. നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലേ? അങ്ങനത്തെ ഒരു സീൻ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ചിരി പൊട്ടാൻ തുടങ്ങി. അപ്പുറം ഇവർക്ക് രണ്ടുപേർക്കും സിനിമ എന്ന് പറയുന്നത് വേറൊരു സംഗതി കൂടിയാണ്. ബിസിനസ് എന്ന് പറയുന്ന ഒരു ആംഗിളിലൂടെ, ആസ്പെക്റ്റിലൂടെ അവർ സിനിമയെ മുൻപോട്ട് നയിക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടുന്നത് ഭാഗ്യമാണ്. നിഖിലെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്യപ്പെടുന്നതും. പക്ഷേ മനസ്സിനകത്ത് ഇപ്പോൾ മാസ് മീഡിയ ആയിട്ട് സിനിമയെ ഉപയോഗിക്കുന്നവരുണ്ട്, ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സിനിമയെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലാമർ കിട്ടും എന്നുള്ള രീതിയിൽ സിനിമയെ നോക്കിക്കാണുന്നവരുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പറയും, നിഖിലയ്ക്ക് ശരിക്കും സിനിമ എന്താണ്? ഞാനിപ്പോൾ എന്താണോ അതെല്ലാം എനിക്ക് സിനിമ തന്നതാണ്. ഇപ്പം അനശ്വര പറഞ്ഞ പോലെ ഞാനും എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. ഭാഗ്യദേവത ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 13 വയസ്സാണ്. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പം അന്ന് 13 വയസ്സിൽ നമ്മൾ വേറെ ലൈഫിൽ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ സിനിമ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് സിനിമയാണ് എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എനിക്ക് തരുന്നത് സിനിമയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പെർസ്പെക്റ്റീവ് മാറിയില്ലേ? അപ്പോൾ എങ്ങനെയാണ് കാണുക? അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോഴും നമ്മൾ കൂടുതൽ സിനിമകൾ ചെയ്യുന്നു, അതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. ഓരോ സിനിമയുടെ സെറ്റുകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആവണം എന്ന് വിചാരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഞാനിപ്പോൾ ബിസിനസ് അത് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ എന്നെ വെച്ച് ഇല്ല, അതായത് അത് ഒരു മെയിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വരുന്ന സിനിമകളിൽ നിന്നും അവർക്കുണ്ടാവുന്ന ബിസിനസ്സുകളിൽ നിന്നും ഒക്കെ അവരുടെ ഒരു സ്റ്റാർഡം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫീമെയിൽ ആക്ടേഴ്സിന് അതിനൊരു എപ്പോഴും ഒരു ലിമിറ്റേഷൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടുണ്ട്. കാരണം
നമ്മൾ വെച്ചൊരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വന്ന് അവർക്കുണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ലാഭം ഇതൊക്കെ അവർ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് അങ്ങനെ ഒരു ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് നമ്മൾ പുഷ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പ്രോബബ്ലി കുറെ നാളുകൾക്ക് ശേഷം അതിനൊരു മാറ്റം ചിലപ്പം സംഭവിച്ചേക്കാം. ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സിനിമ ബിസിനസ് കൂടെയാണ്. അതായത് അതാണ് നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ബിസിനസ് എങ്ങനെ നടക്കും എന്നുള്ളത് കൂടെ നമ്മൾ നോക്കും. അതിനൊരു കഥയും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പക്ഷെ പൃഥ്വിരാജിന് ആടുജീവിതം പോലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് വേറൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ സാധനം വിൽക്കണം എന്നുള്ളൊരു ആശയം കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഒരു കലാമൂല്യമുള്ള ഒരു സിനിമയാണെന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. ബ്ലസ്സി കൊണ്ടുവരുന്നത് രണ്ട് തിരുത്തലുകളുണ്ട്. ഒന്ന്, ഈ ബിസിനസ് ആണ് എന്ന് കരുതിയിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് സിനിമയെ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം നിലയ്ക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യും, അതിൽ ഒരു ബിസിനസ് മോഡൽ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ നമുക്കൊരു പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. ചില സിനിമകൾക്ക് ഭാഗ്യവശാൽ വലിയ ലാഭം ഉണ്ടാവുകയും ചില സിനിമകൾക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നത് അതൊരു ഇവൻച്വാലിറ്റിയാണ്. അതൊരു ബിസിനസ്സിനെ കണ്ടിട്ട് ഇതിനു വേണ്ടി നമുക്കൊരു സിനിമ ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സിനിമ ചെയ്യാനേ പറ്റും. ആടുജീവിതം പോലൊരു സിനിമ ഇപ്പോഴല്ല, തുടങ്ങിയ ആ ഒരു ചിന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ ബ്ലസ് ചേട്ടനും ഞാനും നല്ല ബോധവാന്മാരാണ്. ഇതൊരു സിനിമയുടെ സോക്കോൾ വാണിജ്യപരമായ എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡൽസ് ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് ഒരർത്ഥവും അതിന് കാണില്ല. കാരണം ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയാണെന്ന് താനും, എന്നാൽ നമ്മുടെ പരമ്പരാഗത മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഷയൊന്നും ഈ സിനിമയുടെ നെറേറ്റീവിന് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. അതിൽ ആക്ച്വലി ഏറ്റവും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. കാരണം ആ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വാണിജ്യ വിജയം തന്നത് പ്രേക്ഷകർ തന്നെയാണല്ലോ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമ റിലീസ് ആവുന്നതിന് തലേ ദിവസമൊക്കെ കണ്ട ആൾക്കാർ പോലും ഗംഭീര സിനിമയാണ്, ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും മൂവിങ് സിനിമകളിൽ ഒന്നാണ്, പക്ഷെ ഇത് കമേഴ്ഷ്യലി എങ്ങനെ വർക്കാവുമെന്ന് അറിയില്ല എന്നാണ് ബ്ലസ് ചേട്ടനോട് എന്നോടും പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളെ ഏറ്റവും അതിൽ ഒബ്ലിഗേറ്റഡ് ആവുന്നത് ഒരു വലിയ പ്രേക്ഷക സമൂഹം ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് തന്നു എന്ന് പറയുന്നിടത്താണ്. അപ്പൊ സിനിമ എത്ര വലിയ സിനിമയാണെങ്കിലും എത്ര ചെറിയ സിനിമയാണെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ബിസിനസ് അല്ല ആവരുത് സിനിമ. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സാണ് ചെയ്യേണ്ടത്, സിനിമ ചെയ്യരുത്. സിനിമ ഇതിനോടുള്ളൊരു ഇഷ്ടവും പാഷനും സ്നേഹവും കൊണ്ട് തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലാണ് അത് ലാഭം കിട്ടുക. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ്സാണ്. ഇപ്പൊ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ആദ്യത്തെ കാര്യം, ഇപ്പൊ അടുത്തിടയ്ക്ക് എല്ലാവരും പറയുമല്ലോ, ഇപ്പൊ നമ്മൾ മലയാള സിനിമ ഓഹോ ആഹാ എന്ന് പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൂടെ തന്നെ ഇരുന്നിട്ട് മലയാള സിനിമ തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ചർച്ചകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ വർഷം 150 സിനിമകൾ ഇറങ്ങി, അതിൽ വെറും 10 സിനിമകളാണ് വിജയിച്ചത്. 150 സിനിമകൾ ഇറങ്ങിയിട്ട് 100 സിനിമ വിജയിച്ച ഒരു വർഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ് ആണ്. സോ ആസ് എ ബിസിനസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഓൺലി മേക്ക് സെൻസ് ടു ഡു ഇറ്റ് ഫോർ ദ ലവ് ഓഫ് ദി ആർട്ട്. അത് വളരെ ഓണസ്റ്റ് ആയിട്ട് ചെയ്താൽ, അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്താൽ അതിനൊരു റിവാർഡ് തരുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമാധാനം. തീർച്ചയായിട്ടും നമ്മൾ ഓസ്കാറിന്റെ നടപടികളിലേക്ക് അത് പോകുന്നുണ്ടോ? അത് വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു കാശിലുള്ള ഒരു പരിപാടിയാണെന്ന് ബ്ലസ്സി പറയുന്നുണ്ട്. അതെ, അതിന്റെ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ പൈസ ചെലവ് മാത്രമല്ല അതിന്റെ ഒരു ആ ഒരു പ്രോസസ്സ് പുൾ ഓഫ് ചെയ്യാനുള്ള കോണ്ടാക്ട്സ് അതൊക്കെ ആവശ്യമുണ്ട്. അതിലോട്ടൊക്കെ ആക്സസ് ഉള്ള ഒരു ബോഡി നമ്മളെ ബാക്ക് ചെയ്യണം. ഓൾറെഡി ഓഫ് കോഴ്സ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്കത് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ലെറ്റ്സ് സീ, അത് ഭാഗ്യം പോലെ ഇരിക്കും. നമുക്കൊരു ആഗ്രഹിക്കാനേ പറ്റൂ.